മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് കുട്ടികൾ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ കൂടി അലങ്കാരമാണ്. കുട്ടികളോട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഫിറഔന് വരെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാ. അവന് ഒറിജിനൽ കുട്ടികളില്ല, സ്വന്തം കുട്ടിയില്ല. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ആയിരുന്നു ഫിറഔവിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന കുട്ടി. ആസിയ ബീവിക്ക് തോട്ടിൽ നിന്ന് കിട്ടിയതാണ് മൂസ എന്ന കുട്ടിയെ അലൈഹിസ്സലാം. ഫിറഔവിൻ്റെ മടിയിലിരുന്ന് മൂസ നബി അലൈഹിസ്സലാം ഇങ്ങനെ കളിക്കും. ഒരിക്കൽ ഫിറഔവിൻ്റെ താടി പിടിച്ചിട്ട് ഒരൊറ്റ വലിയെടുത്തു. അപ്പൊ ഫിറഔൻ പറഞ്ഞു, ഇവൻ തന്നെയാണ് എൻ്റെ രാജാധികാരം കളയാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടി, ഇവനെ കൊല്ലണം. ആസിയ ബീവി പറഞ്ഞു, മനുഷ്യ നിങ്ങളെന്തപ്പീ പറയണേ? ഈ ചെറിയ കുട്ടി നിങ്ങളെ രാജാധികാരം കളയുമെന്നോ? ഓൻ വലുതായിട്ട് രാജാധികാരം കളയാണെങ്കിൽ അപ്പണ് കൊന്നാൽ പോരെ. അപ്പൊ ഫിറൗന് തോന്നി, അത് ശരി തന്നെയാണ്, വലുതായിട്ട് രാജാധികാരം കളയുമ്പോൾ കൊന്നാൽ മതിയല്ലോ, ഇപ്പൊ തന്നെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും മടിയിൽ വെച്ച് കളിപ്പിച്ചു എന്നാ. അപ്പൊ ഫിറഔന് വരെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. സ്വർഗത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിദ്മത്തിനായി കുറെ കുട്ടികളെ ഒരുക്കിയിട്ടുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. സ്വർഗാവകാശികളുടെ അടുത്തുകൂടെ ചില കുട്ടികൾ ഇങ്ങനെ വലയം ചെയ്യുന്നതാണ്. മുഖല്ലദൂനാണ്, കാലാകാലം സ്വർഗത്തിൽ താമസിക്കുന്നവരാണ് അവർ എന്നാണ്. കാലാകാലം സ്വർഗത്തിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സഹിയായ അഭിപ്രായം അനുസരിച്ച് ദുന്യാവെന്ന് പോണ കുട്ടികളല്ല, സ്വർഗത്തിൽ ഖിദ്മത്തിന് വേണ്ടി അള്ളാഹു പ്രത്യേകമായി പടച്ചിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളാണ്. അവരുടെ കയ്യിൽ കോപ്പകളും കിണ്ടികളും ഉണ്ടായിരിക്കും. അതിൽ പാനീയങ്ങളുമായി അവരിങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിലുണ്ട് എന്നതുകൊണ്ടാണ് കുട്ടികളോട് നമുക്ക് അവരവിടെ കളിച്ചോട്ടെ, പ്രശ്നമല്ല, നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ മതി. അത് രണ്ട് പ്രതിസന്ധി നമുക്ക് മുമ്പിലുണ്ട് ഇപ്പോൾ നിലവിൽ. ഒന്ന്, കുട്ടികളുള്ള സദസ്സിൽ കുട്ടികളെ കുറിച്ച് പറയുക എന്നതൊരു പ്രതിസന്ധിയാണ്. സാധാരണ ഒരു വയലൊക്കെ ആണെങ്കിൽ പറയാം, കുട്ടികൾ നേരാവാത്തതിൻ്റെ കാരണം മാതാപിതാക്കളാണെന്നാണ് നമ്മൾ പറയാൻ പോണത്. അത് കുട്ടികളെ കേൾപ്പിച്ച് പറയുക എന്ന ഒരു പ്രതിസന്ധി നിലവിലുണ്ട്. രണ്ടാമത്തെ ഒരു പ്രതിസന്ധി, ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നൊരു പ്രതിസന്ധി ഉണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ തലകെട്ട് വരെ ഒന്ന് നന്നാക്കി കെട്ടി. എന്താ കാരണം? റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠാനുജന്മാരെ പോലെ സംസാരിക്കാൻ അതൊരു തടസ്സമാവും, ഉറപ്പാണല്ലോ. അപ്പോൾ രണ്ട് പ്രതിസന്ധി ഉണ്ട്. ആ രണ്ട് പ്രതിസന്ധി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മാക്സിമം ഞാൻ പറയാൻ പറ്റുന്ന വാക്കുകളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം. ചില അലക്കി തേച്ച വാക്കുകളൊക്കെ ചിലപ്പം പറയേണ്ടി വരും. അത് സ്വാഭാവികത മാത്രമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ ഈ സദസ്സിൽ നമുക്ക് തോന്നുന്നത് വാപ്പിയും കുട്ടിയും അല്ലെങ്കിൽ ഇമ്മിയും കുട്ടിയും എന്നതിന് പകരം വല്ലിപ്പിയും കുട്ടിയും വല്ലിമ്മിയും കുട്ടിയും എന്ന് പറയണോ എന്നാണ് സദസ്സ് നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം അധികം വല്ലിപ്പാരും നേരത്തെ അങ്ങനെ സ്ത്രീകൾ വരുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വല്യന്മാരെയാണ് അധികം കണ്ടിട്ടുള്ളത്. അപ്പോൾ വല്ലിപ്പയും കുട്ടിയും അല്ലെങ്കിൽ വല്യമ്മയും കുട്ടിയും എന്ന വിഷയം മാറ്റി പറയേണ്ടി വരുമോ എന്നുള്ള ഒരു തോന്നലും എനിക്കുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ, സംഘാടകരെ അഭിനന്ദിക്കുന്നു. അവരൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ ആഗ്രഹിച്ചുകൊണ്ട്
ദീനിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ ഇഖ്ലാസോടു കൂടി സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ്. രക്ഷിതാക്കൾ വരാത്തത് ഓലെ കുഴപ്പമല്ലല്ലോ, അത് പറയുന്ന ആളെ കുഴപ്പമല്ല, സംഘാടകരുടെ കുഴപ്പമല്ല. അതായത് നമ്മളെ കുട്ടികൾ നന്നാവണം എന്ന് നമ്മൾ എത്ര കണ്ട് വിചാരിക്കുന്നുണ്ട് എന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. അത് നമ്മളെ കുട്ടികൾ എത്ര കണ്ട് നന്നാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാതാവും പിതാവും ഒരു കുട്ടി നന്നാവണം എന്ന് ആഗ്രഹിച്ചാൽ ആ കുട്ടി നന്നാവാതിരിക്കൂല, 100% ഉറപ്പാണ്. ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ലോകം മുഴുവൻ 4 പ്രാവശ്യം കറങ്ങാൻ മാത്രം ഇൽമിന്റെ വഴിയിൽ അദ്ദേഹം സഞ്ചരിച്ചു. തൻ്റെ ഉമ്മ ദോരന്ന് കിട്ടിയതാണ് ആ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച. ആര്? ബുഖാരിയിലുണ്ടോന്ന് നമ്മൾ സാധാരണ ചോദിക്കലില്ലേ, ആ ബുഖാരി ഇമാമൻ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു. മഹാനവറുകളുടെ ഉമ്മ ദുആ ചെയ്ത് അവസാനം കണ്ണിന് കാഴ്ച കിട്ടി. ലോകത്തറിയപ്പെടുന്ന ഒരുപാട് മഹത്തുക്കളെ ഉമ്മമാരാണ് നോക്കിയത്. ഞാൻ ആദ്യം തുടങ്ങാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തന്നെ വാപ്പാക്ക് നോക്കാൻ പറ്റിയിരുന്നില്ല. വാപ്പ ഫിറഔനിന്റെ പട്ടാളത്തിൽപ്പെട്ട ആളാണ്. ഇവിടെ നാട്ടിൽ ആർക്കും ആൺകുട്ടികൾ ഉണ്ടാവരുത് എന്നാണ് ഫിറഔന്റെ തീരുമാനം. പട്ടാളക്കാരൻ തന്നെ ആൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് വാപ്പാക്ക് സ്വന്തം കുട്ടിയെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഉമ്മയാണ് സംരക്ഷിച്ചത്. അതും ഉമ്മയും കുട്ടിയും തമ്മിൽ ഉണ്ടായിരുന്ന ഏക ബന്ധം മുല കൊടുക്കുക എന്ന ബന്ധം മാത്രമായിരുന്നു. കൊട്ടാരത്തിൽ ആസിയ ബീവിക്ക് മൂസ നബി അലൈഹി ഇസ്ലാമിനെ കിട്ടിയപ്പോ കൊട്ടാരത്തിൽ വിളംബരം ചെയ്യപ്പെട്ടു, കൊട്ടാരവാസിയായ കുട്ടിക്ക് മുല കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് പരസ്യം എല്ലായിടത്തും. ധാരാളം ആൾക്കാർ വന്നു. കൊട്ടാരത്തിലെ കുട്ടിക്ക് മുല കൊടുത്താന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ സുഖമായിരിക്കുമല്ലോ, അതുകൊണ്ട് ചാൻസ് ഇട്ടോ നോക്കാൻ വേണ്ടി എല്ലാവരും വന്നു. അവസാനം ഇന്റർവ്യൂ നടത്തേണ്ടി വന്നു, വരി നിൽക്കേണ്ടി വന്നു. വരിയിൽ പലരും നിന്നു, കൂട്ടത്തിൽ മൂസാ നബിന്റെ അമ്മയും വന്നു നിന്നു. കുട്ടി ആരുടെയും മുല കൊടുക്കാൻ തീരുമാനിച്ചില്ല. രാജാവിന്റെ തീരുമാനമാണെങ്കിൽ ആരുടെ മുലയാണോ കുട്ടി സന്തോഷത്തോടു കൂടെ കുടിക്കുന്നത് അയാളെ കൊട്ടാരത്തിൽ, ആ സ്ത്രീയെ കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ വേണ്ടി നിർത്താന്നാണ് രാജാവിന്റെ തീരുമാനം. എല്ലാവരും വന്നു വളരെ താല്പര്യത്തിൽ മുല കൊടുത്തു നോക്കി, പക്ഷെ കുട്ടി കുടിക്കണില്ല. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മി ഇങ്ങനെ വരിയിൽ നിന്നിട്ട് വന്ന് കുട്ടിനെടുത്ത് മുല കൊടുത്തപ്പോൾ കുടിച്ചു എന്ന് മാത്രമല്ല മുഖത്ത് നോക്കി ചിരിക്കും ചെയ്തു. അപ്പം അമ്മ അങ്ങനെ ഇങ്ങോട്ട് ഇരിഞ്ഞു നിന്നു. കാരണം ഇനിയിപ്പോൾ ചിരിക്കണത് ഫിറോൻ കണ്ടുകാണ്ട് സ്വീപ്പുണ്ടാണ്ട് കരുതിയിട്ട്. അപ്പോൾ 2 മുലയും കുട്ടി കുടിച്ചു. അതുകൊണ്ട് മൂസാ നബിയുടെ ഉമ്മാനെ തന്നെ കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമും തൻ്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെ അള്ളാഹു നിലനിർത്തുന്നത് മുലകുടിയിലൂടെ മാത്രമാണ്. പ്രപഞ്ചത്തിൽ ഒരു ഉമ്മയും ഒരു കുട്ടിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് മുല കൊടുത്ത ബന്ധമാണ്. മുലകുടിയിലൂടെ കുടുംബബന്ധം സ്ഥിരപ്പെടുന്നുണ്ട്. 5 പ്രാവശ്യം തുടർച്ചയായി 2 വയസ്സ് തികയാത്ത ഒരു കുട്ടിക്ക് ഒരു സ്ത്രീ മുല കൊടുത്താൽ ആ സ്ത്രീയെ ഈ കുട്ടിയുടെ ഉമ്മയായി കണക്കാക്കും. തൊട്ടാലൊന്നും മുറിയില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് കുട്ടിയുടെ വാപ്പയാണ്. ആ സ്ത്രീയുടെ മക്കൾ കുട്ടിയുടെ ജ്യേഷ്ഠാനുജന്മാരാണ്. മുലകുടി ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ്, കുടുംബത്തോട് ചേർക്കപ്പെടുന്ന ബന്ധമാണ്. അപ്പോ ഒരു കുട്ടിയും തൻ്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധം മുലകുടി ബന്ധം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം. മുലകുടി ബന്ധമാണ്. പ്രപഞ്ചത്തിൽ മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവി രോഗമാണ്. അത് സയ്യിദുന ആദം അലൈഹിസ്സലാമിനാണ് ഉണ്ടായത്. ആദം നബിക്കാണ് മറവി ഉണ്ടായത്. സ്വർഗത്തിൽ നിന്ന് ഒരു മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് എന്താ നിങ്ങൾ ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോവാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് അള്ളാഹു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അള്ളാഹ് നിങ്ങളോട് അത് പോകരുത് എന്ന് പറഞ്ഞത് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു.
അപ്പോ ആദം നബി അലൈഹി ഇസ്ലാം മരത്തിൽ കയറി. ഖുർആൻ ഈ രംഗം വിശദീകരിക്കുകയുണ്ട്. അവിടെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഫനസിയഹ എന്നാണ്. ആദം നബി അലൈഹി ഇസ്ലാം മറന്നുകൊണ്ടാണത് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സയ്യിദുനാ ആദം അലൈഹി ഇസ്ലാമിന്റെ മറവിയുടെ കാരണമെന്ന് പരിശോധിക്കുമ്പോ ഏറ്റവും പ്രധാനമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു കാരണം ഉമ്മയുടെ മുല കുടിച്ചില്ല എന്നതാണ്. അപ്പൊ കുട്ടികളുടെ ബുദ്ധിയും മുലകുടിയും തമ്മിലാണ് ബന്ധമുള്ളത്. ഇവിടുത്തെ നോട്ടീസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള 1, 2, 3, 4, 5, 6, 7, 8, 9 കാര്യങ്ങൾ, ഈ 9 കാര്യങ്ങളുടെയും കാരണം മുലകുടിയുമായി ബന്ധപ്പെട്ടാണ്. 9. കുട്ടി അമിതമായി ദേഷ്യപ്പെടാറുണ്ടോ? 1. പഠിച്ചത് പെട്ടെന്ന് മടക്കാറുണ്ടോ? 2. എത്ര പഠിച്ചാലും തലയിൽ കയറുന്നില്ലേ? 3. പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലേ? 4. കൂട്ടുകെട്ട് മോശമാവുന്നുണ്ടോ? 5. പലതും രഹസ്യമാക്കി വെക്കുന്നുണ്ടോ? 6. അമിതമായി എന്തോ ഭയക്കുന്നുണ്ടോ? 7. ഉറക്കം കുറവാണോ? 8. ഉറക്കം കൂടുതലാണോ? 9. ഇനി പറയാത്ത കുറേ കാര്യമുണ്ട്. അതൊക്കെ മുലകുടിയുമായാണ് ബന്ധമുള്ളത്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് മുലകുടി. വിശുദ്ധ ഖുർആനിൽ മുല കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ആയത്തുണ്ട്. വൽവാലിദാതു യുർദീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. വൽവാലിദാതു മാതാക്കള് യുർദീന അവർ മുല കൊടുക്കണം ഔലാദഹുന്ന അവരുടെ മക്കൾക്ക് ഹൗലൈനി കാമിലൈനി പരിപൂർണമായ 2 കൊല്ലം മുല കൊടുക്കണം. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ. റളാഅ എന്ന് പറഞ്ഞാൽ മുലകുടി. മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ 2 കൊല്ലം മുല കൊടുക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണത്. മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ 2 കൊല്ലം മുല കൊടുക്കണം. അപ്പം മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ, പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കാത്തവർ, 2 വിഭാഗം. പരിപൂർണമായ 2 കൊല്ലം, പരിപൂർണമല്ലാത്ത 2 കൊല്ലം. കൊല്ലങ്ങളും 2 വിധം. നല്ലോണം ശ്രദ്ധിക്കുക. വൽവാലിദാതു യുർദീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. വൽവാലിദാതു മാതാക്കൾ യുർദീന അവർ മുല കൊടുക്കണം ഔലാദഹുന്ന അവരുടെ മക്കൾക്ക് ഹൗലൈനി 2 കൊല്ലം കാമിലൈനി പരിപൂർണമായ 2 കൊല്ലം. കൊല്ലം എന്ന് 2 കൊല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പരിപൂർണമായ 2 കൊല്ലം എന്ന് പറഞ്ഞത്? അപ്പൊ പരിപൂർണമല്ലാത്ത 2 കൊല്ലം ഉണ്ടോ? ഉണ്ട്. ആരാ കൊടുക്കേണ്ടത്? ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ മുലകുടിയെ പരിപൂർണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ. ഈ ആയത്തിൽ 2 പ്രാവശ്യം പരിപൂർണത ഉണ്ട്. പരിപൂർണമായ 2 കൊല്ലം, മുലകുടിയെ പരിപൂർണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ. 2 പ്രാവശ്യം പരിപൂർണത എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടോടത്തും 2 വാക്കാണ് ഉപയോഗിച്ച്. ആദ്യത്തെ സ്ഥലത്ത് പരിപൂർണതയ്ക്ക് വേണ്ടി കമാലിയത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്ഥലത്ത് തമാമിയത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഒന്നുകൂടി ഓതാം. വൽവാലിദാതു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ. ആദ്യത്തോടത്ത് കമാലിയത്ത്, രണ്ടാമത്തോടത്ത് തമാമിയത്ത്. എന്താ കമാലിയത്തും തമാമിയത്തും തമ്മിലുള്ള വ്യത്യാസം? കമാലിയത്ത് എന്ന് പറഞ്ഞാൽ എണ്ണത്തിലെ സമ്പൂർണതയാണ്. തമാമിയത്ത് എന്ന് പറഞ്ഞത് വണ്ണത്തിലെ, ഗുണത്തിലെ സമ്പൂർണതയാണ്. ഒന്ന് ഗുണത്തിലെ സമ്പൂർണത, ഒന്ന് എണ്ണത്തിലെ സമ്പൂർണത. അപ്പൊ 2 കൊല്ലം, 1 മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസം, 1 കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം. 2 365, അപ്പൊ 2 കൊല്ലം.
2 365 പൂർത്തിയായാൽ 2 കൊല്ലം എണ്ണത്തിൽ പൂർത്തിയായി. അതാണ് കാമിലായ 2 കൊല്ലം എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യാസപ്പെടും. എങ്ങനെ? ചന്ദ്രമാസപ്രകാരം 2 വയസ്സ് കൂട്ടുമ്പോൾ കുറവായിരിക്കും. ചന്ദ്രമാസപ്രകാരം 2 വയസ്സ് കൂട്ടുമ്പോൾ കുറവായിരിക്കും. എണ്ണത്തിൽ 2 കൊല്ലം പൂർത്തിയാവണം, അഥവാ 365 പൂർത്തിയാവണം. പിന്നെയോ ആരാണ് നൽകേണ്ടത്? മുലകുടിയിലെ തമാമിയത്തിനെ ഉദ്ദേശിക്കുന്നവർ. തമാമിയത്ത് എന്ന് പറഞ്ഞാൽ ഗുണവുമായി ബന്ധപ്പെട്ടതാണ്. ഗുണം എന്ന് പറഞ്ഞാൽ നിഅമത്ത്. നിഅമത്ത് അതിനാണ് തമാം. വേറെ ആയത്ത് നോക്കിയാൽ കിട്ടും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിഅമത്തുമായി ബന്ധമുള്ളിടത്താണ് തമാം എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഉമ്മ തൻ്റെ നിഅമത്തിനെ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഉദ്ദേശമെങ്കിൽ 2 കൊല്ലം മുല കൊടുക്കണമെന്ന. നിഅമത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ 2 കൊല്ലം കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഒരു ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന നിയമത്താണ് മുലയൂട്ടുക എന്ന് പറഞ്ഞത്. എന്തൊക്കെ നിയമത്താണ് മുലയൂട്ടുന്നതിലൂടെ കിട്ടുന്നത്? ധാരാളം. കുട്ടിയുടെ എല്ലാ ഗുണങ്ങളും മുലയൂട്ടലിലൂടെയാണ് കിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു. ഒരു ഹദീസ് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഖാല റസൂലുള്ളാഹി 1 അങ്ങനെയല്ല. പിന്നെ ഒരു ഹദീസ് പഠിക്കുമ്പോൾ ആ ഹദീസിന്റെ സനദടക്കം പഠിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് ആരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അങ്ങനെ പുണ്യനബിയിലേക്ക് എത്തണം. പുണ്യനബിയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ 10 ആളുണ്ട് എന്ന് കൂട്ടുക. ഈ 10 ആളുകളുടെയും ചരിത്രം അറിയണം. ഒരു മനുഷ്യന്റെ ചരിത്രം അറിയുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ അറിയണം. എന്നാ ജനിച്ചത്? എവിടെയാ ജനിച്ചത്? എവിടെയാ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഉമ്മയാരാണ്? ഉപ്പയാരാണ്? ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? എന്നാണ് മരണപ്പെട്ടത്? എവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്? 8 കാര്യങ്ങൾ ഒരാളെ കുറിച്ച് അറിഞ്ഞാലാണ് ഒരാളെ ചരിത്രം അറിഞ്ഞു എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഹദീസിന്റെ പരമ്പരയിൽ 10 ആളുണ്ടെങ്കിൽ ആ 10 ആളുടെയും ചരിത്രം പഠിക്കണം. അപ്പോഴേ ഒരു ഹദീസ് ആവുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു. 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. 11ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ പോണ പ്രായം. കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ഫത്വ നൽകാനും ദർസ് നടത്താനും തുടങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളുടെ ഈ ബുദ്ധിയുടെ രഹസ്യം എന്താ? നിങ്ങളുടെ ഈ ഓർമ്മശക്തിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യം. എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്നുള്ളതാണ്. മുലൊടിക്കുമ്പോൾ ഒരു കുട്ടി കരയാണെങ്കിൽ അതിന് 2 കാരണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ചില സ്ത്രീകൾ പറയും, കുട്ടീനോട് മുലൊടിക്കാൻ വേണ്ടി എടുത്താൽ അപ്പം കരയാൻ തുടങ്ങുമെന്ന് പറയും. നൊലോളിക്കന്നെ നൊലോളിക്കന്നെ. മുലൊടി വേണ്ടെന്ന് വെച്ചാൽ കുട്ടിക്ക് കരച്ചിലുമില്ല. എന്താ കാരണം? മുല കുടിക്കുമ്പോൾ ഒരു കുട്ടി കരയുകയാണെങ്കിൽ അതിന് 2 കാരണമേ ഉള്ളൂ. 3ാമത്തെ ഒരു കാരണം ഉണ്ടാവില്ല. ഒന്നുകിൽ മുലപ്പാൽ കേട് വന്നാൽ കുട്ടി കുടിക്കൂല,
10 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടി ഭയങ്കര പ്രതിരോധ ശക്തിയുള്ള കുട്ടിയായിരിക്കും. 10 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടി കേടുവന്ന മുലപ്പാൽ കുടിക്കൂല. പക്ഷെ അള്ളാന്റെ ദുനിയാവിൽ കേടുവരാൻ തീരെ സാധ്യതയില്ലാത്തൊരു സാധനം മുലപ്പാലാണ്. പശുവും പാല് ചിലപ്പം കേടുവരും, മുലപ്പാൽ കേടുവരില്ല. മുലപ്പാൽ അള്ളാഹു വളരെയധികം സംരക്ഷണം നൽകിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അഗ്നി തൊടാതെ തീയിന്റെ സാന്നിധ്യമില്ലാതെ പാചകം ചെയ്ത ഭക്ഷണമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കുട്ടികൾക്ക് നൽകുന്ന സംരക്ഷണത്തിന്റെ ഭാഗമായാണ് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുലപ്പാൽ കേടുവരാന്നുള്ളത് ഉണ്ടാവില്ല. 98% മുലപ്പാൽ കേടുവരാൻ സാധ്യതയില്ല. പിന്നെ ഒരു 2% കാരണത്താൽ മുലപ്പാൽ കേടുവന്നാൽ കുട്ടികൾ അത് കുടിക്കാൻ പ്രയാസപ്പെടും. കേടുവന്ന മുലപ്പാൽ കുടിക്കാൻ പ്രയാസപ്പെടും. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ഒരു കുട്ടി മുലപ്പാൽ കുടിക്കണില്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ കാരണം ഉമ്മയുടെ ശുദ്ധിയില്ലായ്മയാണ്. ഉമ്മാന്റെ ശുദ്ധിയില്ലായ്മ 2 തരത്തിലുണ്ടാവും. ഒന്നുകിൽ ശാരീരികമായ ശുദ്ധിയില്ല, അല്ലെങ്കിൽ മാനസികമായ ശുദ്ധിയില്ല. രണ്ടുകൊണ്ടും കുട്ടി മുലടിക്കാതിരിക്കും. നല്ലോണം പഠിച്ചോളി ചെയ്തിട്ടോ. കുട്ടി മുലടിക്കാതിരിക്കണമെങ്കിൽ ഈ കാരണമേ ഉള്ളൂ. ഒന്നുകിൽ മുലപ്പാൽ കേടുവന്ന മുലപ്പാൽ കുട്ടി കുടിക്കൂല. എങ്ങനെ മുലപ്പാൽ കേടുവരാനുള്ള സാധ്യത? മുലപ്പാൽ കേടുവരാനുള്ള സാധ്യത ഒന്നുകിൽ ഉമ്മാക്ക് മലബന്ധം ഉണ്ടാവുക, ഉമ്മാക്ക് തീരെ വയറ്റുന്നു പോണില്ലെങ്കിൽ കുട്ടി മുലപ്പാൽ കേടുവരും. അല്ലെങ്കിൽ ഉമ്മക്ക് കഫക്കെട്ട് ഉണ്ടാകുക, അപ്പോഴും മുലപ്പാൽ കേടുവരാം. സാധാരണഗതിയിൽ ഈ 2 കാരണത്താലാണ് മുലപ്പാൽ കേടുവരുള്ളൂ. മുലപ്പാൽ കേടുവരിക എന്നത് തന്നെ അത്യപൂർവമാണ്. എന്നാൽ ഇനി അപൂർവമായി കേടുവരാനുള്ള സാധാരണ കാരണങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, ഉമ്മാക്ക് മലബന്ധം ഉണ്ടാകുക. ഉമ്മാക്ക് വയറ്റുന്ന തീരെ പോണിച്ചെങ്കിൽ പിന്നെ മുലപ്പാൽ കേടുവരും. മുലപ്പാൽ എന്ന് മാത്രമല്ല, എല്ലാം കേടുവരുമല്ലോ. വയറ്റുന്ന പോണിച്ചെങ്കിൽ എല്ലാം കേടുവരും. അപ്പം എന്ത് വേണം? ഉമ്മാക്ക് ശോധന കൂടുതലാവാനുള്ള ഭക്ഷണം കഴിക്കണം. എന്താ ഭക്ഷണം? നാര് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, ചീരകൾ, പച്ചക്കറികൾ, മുരിങ്ങാക്കായി, ഇങ്ങനെയുള്ള നാര് കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കഴിച്ച് ഉമ്മാക്ക് നന്നായി ശോധന വരുത്തിയാൽ മുലപ്പാൽ ശുദ്ധിയായി. അല്ലെങ്കിൽ കഫക്കെട്ടുണ്ടെങ്കിൽ, ഉമ്മാക്ക് കഫക്കെട്ടുണ്ടെങ്കിൽ മുലപ്പാൽ കേടുവരാം. എന്താ പരിഹാരമാർഗം? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ പെരയിലുള്ള നല്ല നാടൻ കുരുമുളകും നാടൻ മഞ്ഞളും കൂടിയും ചേർത്ത് പൊടിച്ചിട്ട് തേനിൽ മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ വീതം അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ വീതം 3 നേരം കഴിച്ചാൽ സംഗതി ക്ലിയറായി. ഉമ്മാന്റെ കഫക്കെട്ട് മാത്രമല്ല മാറുക, അത് കുടിച്ചാൽ കുട്ടിയുടെ കഫക്കെട്ട് കൂടിയും മാറും. കാരണം മുലപ്പാലിലൂടെ കുട്ടിക്ക് ഈ മരുന്നിന്റെ ഗുണം കിട്ടും. അപ്പൊ കുട്ടിയുടെ കഫക്കെട്ടും കൂടിയും മാറും. ബഹുമാനപ്പെട്ട ഇമാം തുബിരി റളിയല്ലാഹു അൻഹുവിന് അൽ കുർക്കും എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മഞ്ഞളിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബാണ്. അതിൽ ലോകത്തുള്ള വിവിധ തരം മഞ്ഞളുകളെ കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. നാടൻ മഞ്ഞള്, കാട്ടുമഞ്ഞള്, കസ്തൂരി മഞ്ഞള്, കുപ്പമഞ്ഞൾ എന്നുള്ളൊരു സാധനമുണ്ട്. കുപ്പമഞ്ഞള് വളരെ വലിയ മെഡിസിനൽ ഇഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് കുപ്പമഞ്ഞൾ എന്ന് പറഞ്ഞത്. കുപ്പമഞ്ഞൾ എന്ന് പറഞ്ഞാൽ കുപ്പയിലുണ്ടാകണ മഞ്ഞള്. നമ്മുടെ നാട്ടിലെ കുപ്പല്ല, കാട്ടിലെ കുപ്പയാണ്. കാട്ടിലെ കുപ്പകളിൽ ഉണ്ടാകുന്ന മഞ്ഞൾ നാട്ടിൽ കൊടുന്ന് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര മെഡിസിനൽ ഇഫക്റ്റ് ഉള്ളതാണ്. നാടൻ മഞ്ഞളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇഷ്ടിക പൊടിച്ചതിന് ആ ഗുണമില്ലാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വാങ്ങിയാൽ കിട്ടൂല എന്ന് മാത്രം. മഞ്ഞൾപ്പൊടിയിൽ ഇഷ്ടികയൊക്കെ പൊടിച്ച് കൂട്ടല്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ നല്ല നാടൻ മഞ്ഞൾ. ഈ മഞ്ഞളുടെ ഒരു പ്രത്യേകത വെറുതെ ഇങ്ങനെ മണ്ണ് മാന്തിയാണ്ട് അവിടെ ഇട്ടാൽ അടുത്തോളം ഉണ്ടായിക്കോളും എന്നുള്ളതാണ്. നമുക്കതിനൊന്നും ഒഴിവില്ലല്ലോ. വെറുതെ ഇങ്ങനെ മണ്ണ് മാന്തിക്കാണ്ട് അതിലിട്ട് പറ്റുമെങ്കിൽ വേനൽക്കാലത്ത് പറ്റൂല, വർഷക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് വെണ്ണൂറ് അടുപ്പിൽ നിന്ന് കോരിക്കൊണ്ടുപോയി ഒഴിവാക്കണം. അത് ഇട്ട് കഴിഞ്ഞാൽ ഉഷാറായിട്ട് മഞ്ഞൾ ഉണ്ടാവും. അടുത്തെല്ലാം മഞ്ഞൾ ഉണ്ടാവും. നമുക്ക് പറിക്കും, കീറിങ്ങാണ്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചാൽ നല്ല അടിപൊളി മഞ്ഞൾ. ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തുവാണ് മഞ്ഞൾ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിന് യോജിച്ച ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തു, ചുർക്ക് കൂടാൻ ഏറ്റവും പറ്റിയ സാധനമാണ് നല്ല നാടൻ മഞ്ഞൾ. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ എന്തോ ഒരു കട്ട, അതിനാ ഗുണമൊന്നുമില്ല എന്ന് മാത്രം. നമുക്ക് വീടുകളിൽ കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മഞ്ഞൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കഫക്കെട്ട് മാറാൻ നല്ല നാടൻ മഞ്ഞളിൻ്റെ പൊടിയും നാടൻ കുരുമുളകിൻ്റെ പൊടിയും 2 നിബന്ധന ഉണ്ട്. മഞ്ഞളിനൊരു ഷർത്തും ഉണ്ട്, കുരുമുളകിനൊരു ഷർത്തും ഉണ്ട്. എന്താ ഷർത്ത്?
നാടനായിരിക്കണം എന്ന ഷർത്തോടു കൂടി. ഉസ്താദ് നിങ്ങൾ പറഞ്ഞ മാതിരി മഞ്ഞൾപ്പൊടി കുടിച്ചിട്ട് മാറിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ ചെയ്യുന്നത് അടുത്ത ചോദ്യം എന്ത് മഞ്ഞളായിരുന്നു? അപ്പൊ ബിഷർത്തി നാടൻ മഞ്ഞൾ, നാടൻ മഞ്ഞളും നാടൻ കുരുമുളകുമായിരിക്കണം എന്ന ഷർത്തോടു കൂടി രണ്ടും തുല്യമായി മിക്സ് ചെയ്ത് തേൻ ചാലിച്ച് 1/2 സ്പൂൺ വീതം 3 നേരം കഴിച്ചാൽ ഉമ്മാന്റെ കഫക്കെട്ട് മാറും, മുലപ്പാല് ശുദ്ധിയുള്ളതാവും. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കാരണം ശാരീരികമായ കാരണം. രണ്ടാമത്തെ ഒന്ന് പിന്നെ ശുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ശാരീരിക ശുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ മാനസിക ശുദ്ധിയില്ലായ്മ. ശാരീരിക ശുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞാൽ നല്ല വിയർപ്പും ചളിയൊക്കെ കൂടിയും കുട്ടിക്ക് കൊടുക്കന്നെ. അതായത് ഉമ്മ അടുക്കളയിൽ ഇങ്ങനെ പത്തിരി ഇടുക, വിറക് ഇട്ട്, അതായത് തേങ്ങ ഒളിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കുട്ടി പേ എന്ന് ഒളിച്ച്. അപ്പൊ മണ്ടി ചെന്നുകാണ്ട് കുട്ടിനെടുത്താണ്ട് കുടിച്ചുകൂടി ഈ വിയർപ്പൊക്കെ കൂടി എന്ന് പറഞ്ഞ് കൊടുത്താൽ കുട്ടി കുടിക്കൂല. എത്ര കുടിക്കൂല? 10 മാസം വരെ കുടിക്കൂല. 10 മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായും കുട്ടിയുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു വരും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ അമ്മ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ വൃത്തികേടും കുട്ടി ചെയ്തുകൊണ്ടിരിക്കും. 10 മാസം കഴിഞ്ഞാൽ കുടിക്കും. ഈ പരീക്ഷണമൊക്കെ നിങ്ങൾ നോക്കേണ്ടത് 10 മാസത്തിന് മുമ്പുള്ള കുട്ടികൾ ഇങ്ങനെയല്ലേ ചെയ്യണത് എന്നാ. 10 മാസം പൂർത്തിയാവുന്നതിന് മുമ്പുള്ള ഒരു കുട്ടിയും വൃത്തിയില്ലാത്ത മുല കുടിക്കൂല. അപ്പൊ കുട്ടി മുല കുടിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഒന്നുകിൽ മുലക്കണ്ണ് വൃത്തിയില്ല, അല്ലെങ്കിലോ ഉമ്മയുടെ മനസ്സ് വൃത്തിയില്ല, അപ്പോഴും കുട്ടി കുടിക്കൂല. ഒരു കുട്ടിക്ക് ഒരു ഉമ്മ അങ്ങനെ മുലകൊടുക്കുമ്പോൾ എൻ്റെ കുട്ടീനെ ഒരു ഫിറാവിൻ്റെ മാതിരി ആക്കണം എന്ന് ആലോചിച്ചാൽ പിന്നെ എങ്ങനെ കുട്ടി മുലകൊടിക്കുക? കാരണം മുലപ്പാലിലൂടെ മനസ്സ് കണക്ഷൻ കൊടുക്കുകയാണ്. പൊക്കിൽ കൊടി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കണക്ഷൻ കൊടുക്കുന്ന ഏക സംവിധാനം മുലപ്പാലാണ്. ദീർഘകാലത്തേക്കാണ് ആ കണക്ഷൻ. അതായത് വലുതായി 35 വയസ്സായിട്ട് ഉമ്മ നാട്ടിലും മകൻ സൗദി അറേബ്യയിലും ആണെങ്കിലും മോൻ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടിലുള്ള ഉമ്മക്ക് അറിയാം, എൻ്റെ മോനെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് രാവിലെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. എന്താ കാരണം? ഈ മുലപ്പാലാണ് അതിൻ്റെ കാരണം. മുലപ്പാലിലൂടെ ശരിക്കും ഉമ്മയുടെയും കുട്ടിയുടെയും മനസ്സ് തമ്മിൽ കണക്ട് ചെയ്യുക. മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ശ്വാസം വലിക്കുന്നതിൻ്റെ കൂടെയാണ് കുട്ടി ശ്വാസം വലിക്കുക. അത്രയും വലിയ കണക്ഷനാണ്. ഒരു കുട്ടിക്ക് മുലയെടുക്കുന്ന സമയത്ത് ഉമ്മ വെറുതെ ഒന്ന് ചിരിച്ചാൽ മതി, കുട്ടിയും ചിരിക്കും. മുലയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ കരഞ്ഞാൽ മതി, കുട്ടി വായ മുലക്കണ്ണിൽ നിന്ന് എടുത്തിട്ട് കുട്ടിയും കരയും. പരീക്ഷോക്കങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതനുസരിച്ച് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളുടെ സദസ്സിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അത്രയും ധൈര്യമാണെന്ന് അർത്ഥം എനിക്കത് പറയാൻ. ഒരു കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും, ഉമ്മ കരഞ്ഞാൽ കുട്ടിയും കരയും. അത്രയും വലിയ കണക്ഷനാണ്. അപ്പോ ഒന്നുകിൽ ഉമ്മയുടെ മുലക്കണ്ണ് വൃത്തിയില്ല, അല്ലെങ്കിൽ ഉമ്മയുടെ മനസ്സ് വൃത്തിയില്ല. എൻ്റെ കുട്ടീൻ്റെ ഒരു കള്ളനാക്കണം, ഒരു കൊള്ളക്കാരനാക്കണം, അല്ലെങ്കിൽ ഇന്നോടത്ത് ഇന്നാലിന്ന ആളമാതിരി ആക്കണം, അല്ലെങ്കിൽ ഇന്നോളമാതിരി ആക്കണം, മോശപ്പെട്ട ഒരാളെ മനസ്സിൽ വന്നിട്ട് അതേപോലെ ആക്കണം എന്ന് ഉമ്മ ചിന്തിച്ചാൽ ഒരിക്കലും കുട്ടി മുലകൊടിക്കൂല. നേരെ മറിച്ച് ഉമ്മ ഇങ്ങനെ മുലകൊടുക്കുമ്പോൾ എൻ്റെ കുട്ടിയെ ഒരു ഹാഫിളാക്കണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ കുട്ടി ഈമ്പി കുടിക്കും. മുലകുടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു മെക്കാനിസമാണ്. ഒരു കുട്ടി മുല കുടിക്കും പോലെ ഒരു വലിയ ആൾക്ക് മുലകുടിക്കാൻ കഴിയില്ലല്ലോ. ഒരു കുട്ടി മുലകുടിക്കും പോലെ വലിയ ഒരാൾക്ക് മുലകുടിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേകമായ കുട്ടികൾക്ക് മാത്രം അറിയാവുന്ന ഒരു മെക്കാനിസമാണത്. മുലക്കണ്ണ് കുട്ടിയുടെ വായയിലേക്ക് വെച്ചു കൊടുത്ത് കുട്ടി ഇങ്ങനെ തൊണ്ണുകൾ കൊണ്ട് മെല്ലെ ഒരു പ്രത്യേക സൈസിൽ അമർത്തിയാൽ മുലപ്പാൽ വന്നുകൊണ്ടിരിക്കും. അതൊരു വലിയ മനുഷ്യന് ഒരു ഉമ്മാന്റെ അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളെ മുലകുടിക്കണം എന്ന് എഴുതിയിട്ട് വലിച്ച് ഈമ്പിയാൽ എങ്ങനെ ഈമ്പിയാലും കിട്ടില്ല. കുട്ടികൾക്ക് മാത്രം അറിയുന്ന ഒരു മെക്കാനിസം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അതാണ് അള്ളാഹു റബ്ബാണ് എന്ന് പറയാൻ കാരണം.